So dear students, unfortunately we couldn't make the live session today, and the problem that I have already sent you, we are just going to study with the help of a recorded video, and I have just made a summarized format of the balance sheet that is provided in your question. ഞാൻ നിങ്ങൾക്ക് already തന്നിട്ടുണ്ട്. So let us see the question. Okay, so നമുക്കൊരു ദിവസം കൂടി വേണ്ടി വരും. നാളെ ഒരു ദിവസം കൂടിയും കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചൊരു ക്രിസ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ലൈവ് സെഷനിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഈ പ്രോബ്ലം ഇന്ന് പഠിക്കാം. ഓക്കെ, so this is the balance sheet of H Limited and S Limited as at 31st March 2020. So here fixed asset is there for H Limited 1,08,000, S Limited 80,000. Investment 6,000 shares ആണ് ഇൻവെസ്റ്റ് ചെയ്യണേ. പക്ഷേ അതിൻ്റെ കോസ്റ്റ് കൺസിഡറേഷൻ കൊടുക്കുന്നത് എത്രയാണ്? 64,000 ആണ്. പിന്നെ കറണ്ട് അസറ്റ്സ് ഉണ്ട് 26ഉം 20,000ഉം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ H ലിമിറ്റഡിൻ്റെ 1,50,000, S ലിമിറ്റഡിൻ്റെ 72,000 ഉണ്ട്. റിസർവ്സ് ആൻഡ് സർപ്ലസ് 32,000, 18,000 ആണ് ഉള്ളത്. പക്ഷേ ഈ 18,000 എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, ഇത് ലോസ് ആണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റിൻ്റെ അന്ന് പറഞ്ഞാൽ ക്ലോസിംഗിൽ എന്നാണ് അർത്ഥം. ഓക്കെ, ക്ലോസിംഗിൽ എസ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള സർപ്ലസ് നെഗറ്റീവ് ഫിഗർ ആണ് എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ഡേറ്റിൽ അവർക്ക് ലോസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രാക്കറ്റിൽ ഇട്ടാൽ നെഗറ്റീവ് ഫിഗർ ആണെന്നും അത് ലോസ് ആണെന്നും മനസ്സിലാക്കാം. കറണ്ട് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട് 16,000ഉം 46,000ഉം. ഇനി അക്വിസിഷൻ ഡേറ്റ് ഓൺ 1st April 2019 തന്നെയാണ്. അപ്പോൾ നമുക്ക് വേറെ പ്രീ അക്വിസിഷൻ പീരീഡ്, പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് ഇവിടെ കാണേണ്ട ആവശ്യമില്ല. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആ ഡേറ്റിന്, അതായത് ഓപ്പണിംഗ് ബാലൻസിന് ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ? ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്, പ്രോഫിറ്റ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അത് 12,000 റുപ്പീസ് ആണ്. പക്ഷേ ഇയറിൻ്റെ ആകുമ്പോഴേക്കും എത്രയായി? ലോസ് ആയി, 18,000 ആയി. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓപ്പണിംഗിൽ ഇത് പ്രോഫിറ്റ് ആയിരുന്നു 12,000. ക്ലോസിംഗ് ഡേറ്റ് ആയപ്പോഴത്തേനും അത് 18,000 ലോസ് ആയി. അപ്പോൾ നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാണേണ്ട, അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ ലോസ് ആവുമല്ലോ ഇവിടെ വരിക. അപ്പോൾ ലോസ് നമ്മൾ എങ്ങനെയാണ് കാണാമെന്നൊക്കെയാണ് ഈ പ്രോബ്ലത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, സോ ലെറ്റ് us ഡു ദ പ്രോബ്ലം, സോൾവ് ദ പ്രോബ്ലം. So നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒന്നും മുടക്കണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേഷൻ ഓഫ് കൺട്രോളിംഗ് റേഷ്യോ. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എടുത്ത് നോക്കാം. നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് 72,000 ആണ് ഷെയർ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എത്ര കിട്ടി? 7,200. ഹോൾഡിംഗ് ബൈ പാരന്റ് കമ്പനി അല്ലെങ്കിൽ എച്ച് ലിമിറ്റഡ് എത്രയാ? 6,000 ആണ് ഔട്ട് ഓഫ് 7,200 എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 കൊണ്ട് 5ഉം 6ഉം പോവും. സോ 5/6. ഓക്കെ, ഇനി NCI പോർഷൻ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും? ഇത് 6,000 ആണെങ്കിൽ ബാക്കി 1,200 ആവുമല്ലോ NCIൻ്റെ പോർഷൻ. സോ 1,200 ഡിവൈഡഡ് ബൈ 7,200, 1/6. സോ ദിസ് ഈസ് ദി കൺട്രോളിംഗ് റേഷ്യോ. ഓക്കെ, ഇനി ഇവിടെ രണ്ടാമത്തേത് നമ്മൾ അറിയേണ്ടത് എന്താണ്? പ്രീ അക്വിസിഷൻ പീരീഡും പോസ്റ്റ് അക്വിസിഷൻ പീരീഡും. അത് നമുക്ക് ക്ലിയർ ആണ്. ഫുൾ ഇയറും പോസ്റ്റ് അക്വിസിഷൻ പീരീഡാണ്. പ്രീ അക്വിസിഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 1/4/2019 ആണ്. പിന്നെ ഹോൾ ഇയറും പോസ്റ്റ് അക്വിസിഷൻ പീരീഡാണ് അല്ലേ? പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് ഈസ് ഫോർ ഹോൾ ഇയർ. ഓക്കെ, പിന്നെ മൂന്നാമത്തത് കാൽക്കുലേഷൻ ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് തന്നിട്ടുണ്ടല്ലോ. എത്ര തന്നിട്ടുള്ളേ? 12,000 തന്നിട്ടുണ്ട്, പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഡിവൈഡ് ചെയ്തോളൂ. പാരന്റ് കമ്പനിക്ക് 5/6,
അതായത് എച്ചിന് 5/6, 1/6 ആർക്കാണ്? സബ്സിഡറിക്കാണ്. അപ്പം നമുക്ക് എത്ര കിട്ടും? 10,000 കിട്ടും. 12,000 ഇൻറ്റു 5/6 10,000 കിട്ടും. ഇത് NCI, എസ് അല്ല കേട്ടോ ഇവിടെ, NCIന് എത്ര കിട്ടും? 2,000 കിട്ടും. I hope till now there is no confusion. ഒന്ന് നോക്കിക്കോളൂ. കൺട്രോളിംഗ് റേഷ്യോ കണ്ടു. അക്വിസിഷൻ ഡേറ്റിന് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. 1/4/2019 തന്നെയാണ്, അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ പ്രീ അക്വിസിഷൻ പീരീഡ്, പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാം മൊത്തം ഇയറും പോസ്റ്റ് അക്വിസിഷൻ പീരീഡാണ്. നമ്മൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. 1-ാം തീയതി ഇത്ര 12,000 ആയിരുന്നു ക്രെഡിറ്റ് ബാലൻസ് എന്ന് തന്നിട്ടുണ്ട്. അത് പ്രോഫിറ്റ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ അത് പ്രോഫിറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ സബ് ഡിവൈഡ് ചെയ്തു. 10,000ഉം 2,000ഉം ആയി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇനി കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. Calculation of post acquisition profit or loss. ഏതും ആവാമല്ലോ അല്ലേ? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ഞാനിവിടെ എഴുതാണ് അക്കോർഡിംഗ് ടു ബാലൻസ് ഷീറ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ആവും അത്. ഓക്കെ, അത് എത്രയായിരുന്നു? -18,000. ബ്രാക്കറ്റിൽ ഇട്ടാൽ അർത്ഥം എന്താണ്? -18,000 വിച്ച് ഇസ് ലോസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ വർഷം ഓപ്പണിങ്ങിൽ എത്രയായിരുന്നു? ഓപ്പണിങ്ങിൽ പ്രോഫിറ്റ് ആയിരുന്നു 12,000. ഓക്കെ, ക്ലോസിങ്ങിലായപ്പോഴത്തേനും അത് ലോസായി 18,000 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫിഗർ ആയി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഡ്യൂറിങ് ദ ഇയർ മൊത്തം എന്തുണ്ടായിട്ടുണ്ട്? ലോസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു കമ്പനിക്ക് ഒരു ലോസ് ഉണ്ടാവുമ്പോൾ ആ വർഷങ്ങളിലെ അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആയിട്ട് എന്ത് ചെയ്യും? കോമ്പൻസേറ്റ് ചെയ്യും. ഓക്കെ, ലോസ് വിൽ ഓൾവേസ് ബി കോമ്പൻസേറ്റഡ് with available profits. അപ്പോൾ ആ വർഷം മൊത്തം ലോസ്. അപ്പോൾ ഈ ലോസ് ഉണ്ടായിട്ട് കോമ്പൻസേഷനും കൂടി കഴിഞ്ഞിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? 18,000 ആയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ട്രൂ ലോസ് എന്താണ്? ലോസ് ഡ്യൂറിങ് ദ ഇയർ എന്തായിരിക്കും? ലോസ് ഡ്യൂറിങ് ദ ഇയർ. ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഇത് മാത്രമാണ് ട്രിക്കി ആയിട്ടുള്ളത്. ഡ്യൂറിങ് ദ ഇയർ എന്തായിരിക്കും? നമ്മൾ ക്ലോസിങ്ങിൽ എന്തുണ്ട്? 18,000 ഉണ്ട്, പ്ലസ് 12,000 പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി ലോസിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മൊത്തം ലോസ് എത്രയായിരിക്കും വരിക? 18,000 പ്ലസ് 12,000, മൊത്തം ലോസ് എത്രയായിരിക്കും? 30,000 ആയിരിക്കും. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓപ്പണിങ്ങിൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ ചെറിയ എമൗണ്ട് എടുത്ത് നോക്ക്. ഓപ്പണിങ്ങിൽ 10 രൂപ പ്രോഫിറ്റ് ആയിരുന്നു, പക്ഷെ ആ മാസം അവസാനമായപ്പോഴേക്കും ലോസായി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ വർഷത്തിലുള്ള ഇതുവരെയുള്ള ലോസ്, ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ലോസ്, അതായത് നമുക്ക് ഇതിൻ്റെ പേര് വിളിക്കാം നെറ്റ് ലോസ് ആണ് ഇത് 18,000. അപ്പൊ ഗ്രോസ് ലോസ് എത്രയായിരിക്കും? ആ വർഷത്തെ ലോസ് മൊത്തം എത്രയായിരിക്കും? 18,000 പ്ലസ് 12,000 30,000 ആയിരിക്കും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആ വർഷം മൊത്തം ലോസ് എത്ര ഏൺ ചെയ്തിട്ടുണ്ട്? എത്രയായിരുന്നു ലോസ്? 30,000 ആയിരുന്നു. എങ്ങനെ 30,000 കിട്ടിയേ? 18,000 പ്ലസ് 12,000. ഇത് കോമ്പൻസേറ്റ് ചെയ്തതാണ്. ആ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് ഇല്ലാതാക്കിയിട്ട് ഈ പ്രോഫിറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. എന്നിട്ട് കമ്പനി ഫുള്ള് ഈ ഒരു വർഷം ലോസ് ഏൺ ചെയ്തു. ആ ലോസിൽ നിന്ന് 12,000 പ്രോഫിറ്റിൻ്റെ കോമ്പൻസേറ്റ് ചെയ്ത് ബാക്കി നഷ്ടമാണ് ക്ലോസിങ്ങിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വർഷത്തെ മൊത്തം ലോസ് എത്ര ആയിരുന്നിട്ടുണ്ടാവണം? 30,000 ആയിരുന്നിട്ടുണ്ടാവണം. I hope it's clear now. So
ഓൾവേസ് ശ്രദ്ധിക്കേണ്ടത് ലോസ് വിൽ ബി കോമ്പൻസേറ്റഡ് വിത്ത് അവൈലബിൾ പ്രോഫിറ്റ്. അപ്പോൾ ഇതുവരെ മൊത്തം ലോസ് 30,000. 30,000 12,000 പ്രോഫിറ്റ് കോമ്പൻസേറ്റ് ചെയ്ത് ബാക്കി വരുന്ന ബാലൻസ് ഷീറ്റ് ഡേറ്റിൻ്റെ എൻഡ് ഡേറ്റിലെ ലോസ് ആണ് 18,000 എന്ന് പറയുന്നത്. അപ്പോൾ ആ വർഷത്തെ മൊത്തം ലോസ് എത്രയായിരുന്നു? 30,000 ലോസ് ആയിരുന്നു. അതാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഡിവൈഡ് ചെയ്യാണ്. 30,000. അപ്പോൾ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. 30,000 ഡിവൈഡ് ചെയ്യാം. പോസ്റ്റ് അക്വിസിഷൻ ലോസ് 30,000 ഡിവൈഡ് ചെയ്യാം. 5/6 1/6 എച്ചിനും NCIക്കും. ഓക്കെ, 5/6 30,000 ഡിവൈഡഡ് ബൈ 5/6 25,000 and 5,000 വന്നു. 25ഉം 5,000 വന്നു. ഇനി എന്താ അടുത്തത്? കാൽക്കുലേഷൻ ഓഫ്, ഇത് ലോസ് ആണ്, അപ്പോൾ പ്രോഫിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രീറ്റ് ചെയ്യണം, മറക്കണ്ട. കാൽക്കുലേഷൻ ഓഫ് NCI എന്തൊക്കെയാണ്? ആദ്യം പെയ്ഡ് അപ്പ് വാല്യൂ നമ്മൾ 1200 ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ, അവർ ഹോൾഡ് ചെയ്യുന്നത്. ഇൻറ്റു 10 12,000. portion of NCI in pre-acquisition profit. അവിടെ പ്രോഫിറ്റ് ആയിരുന്നു, ഓപ്പണിംഗിൽ പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ 12,000 നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എത്രയാണ്? 2,000. ഓക്കെ, ഇനി portion of NCI in pre-acquisition loss ആണ്, നെഗറ്റീവ് ഫിഗർ ആണ്. അവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 5,000. ബ്രാക്കറ്റിൽ ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ 14,000 മൈനസ് 5,000 എത്രയാണ്? 9,000 ആണ് ടോട്ടൽ NCI. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിക്കാം. ഓക്കെ, പെയ്ഡ് അപ്പ് വാല്യൂ 12,000. NCIന്റെ പ്രീ അക്വിസിഷനിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു 2,000. പോർഷൻ ഓഫ് NCI ഇൻ പ്രീ അക്വിസിഷൻ ലോസ് ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 5,000. അപ്പോൾ ടോട്ടൽ ഇത് നെഗറ്റീവ് ഫിഗറും ഇത് രണ്ടും പോസിറ്റീവ് ഫിഗറും ആയപ്പോൾ നമുക്ക് 9,000 ടോട്ടൽ NCI കിട്ടി. ഓക്കെ, ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ. ഇനി നിങ്ങൾക്ക് ഈസിയാണ്, ആ ഒരു ഐഡന്റിഫിക്കേഷൻ മാത്രമേ പ്രശ്നമുള്ളൂ. കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ കൺസിഡറേഷൻ ബാലൻസ് ഷീറ്റിൽ 64,000 തന്നിട്ടുണ്ട്. ലെസ് പെയ്ഡ് അപ്പ് വാല്യൂ, പാരന്റ് പോർഷൻ ആണ്. പാരന്റ് പോർഷൻ എത്രയായിരുന്നു? 6,000 ഇൻറ്റു 10 അല്ലേ, അപ്പോൾ 60,000. ഓക്കെ, ഇനി എന്താ ഒന്നും കൂടി ആഡ് ചെയ്യണ്ടേ? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് തന്നെയാണല്ലോ പ്രീ അക്വിസിഷൻ. പാരന്റ് പോർഷൻ എത്രയായിരുന്നു? ഒന്ന് നോക്കട്ടെ, എത്രയായിരുന്നു അത്? പാരന്റ് പോർഷൻ എത്രയായിരുന്നു? 10,000. അപ്പോൾ 70,000 കിട്ടി. അപ്പോൾ ഇത് 64,000ഉം ഇത് 70,000ഉം ആണെങ്കിൽ നമുക്ക് എന്ത് വരും? നെഗറ്റീവ് ഗുഡ് വിൽ or gain from bargain purchase. Okay, gain from bargain purchase എത്രയാ വന്നിട്ടുള്ളേ? നമുക്ക് 6,000. ഗുഡ് വിൽ അല്ല വന്നിട്ടുള്ളേ, നെഗറ്റീവ് ഗുഡ് വിൽ ആണ് വന്നിട്ടുള്ളേ. Okay, I hope this is clear. Now we can directly move to consolidated balance sheet. We can directly move to consolidated balance sheet. Okay, ഞാൻ ഇങ്ങനെ ഈ ഫോമാറ്റിലാണ് ഞാൻ വരയ്ക്കുന്നത്. ഒറ്റ അടിക്ക് കാര്യം മനസ്സിലാവാൻ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്, നമ്മൾ ഒറിജിനലി ഇതുവരെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ ബോർഡിലേക്ക് സമ്മറൈസ്ഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നതാണ്.
റെഡി? അപ്പോൾ ഓരോന്നും എടുക്കാം. ആദ്യം തന്നെ ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് ആഡ് ചെയ്യുക. 1,08,000 പ്ലസ് 80,000. 1,08,000 പ്ലസ് 80,000 നമുക്ക് കിട്ടും 1,88,000. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, അതിൽ ട്രേഡ് റിസീവബിൾസ് ഉണ്ട്, ആഡ് ചെയ്ത് എഴുതാം. 26,000 26,000 plus 20,000 46,000. ഓക്കെ, ഇനി അടുത്തത് ലയബിലിറ്റീസിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഏതാണ്? പാരന്റ് കമ്പനിയുടെ മാത്രമേ എഴുതാവൂ. 1,50,000. ഓക്കെ, സർപ്ലസ് അല്ലേ? സർപ്ലസ് എത്രയാ? പാരന്റ് കമ്പനിയുടെ എത്രയാണ് സർപ്ലസ് ഉള്ളത്? 32,000 ഉണ്ട്. പ്ലസ് പോസ്റ്റ് അക്വിസിഷൻ ലോസ് ആണല്ലേ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫിഗർ ആണല്ലേ. അപ്പൊ നെഗറ്റീവ് നമ്മൾ ഇങ്ങനെ തന്നെ കാണിക്കണ്ടേ, ബ്രാക്കറ്റിൽ തന്നെ കാണിക്കണ്ടേ നെഗറ്റീവ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 7,000 കിട്ടി. 32,000 സാധാരണ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഇതും കൂടി കൂട്ടാണ് ചെയ്യുക. ഇവിടെ ലോസ് ആയതുകൊണ്ട് 25,000 ലോസ് ആക്കിയിട്ട് ബ്രാക്കറ്റിലിട്ടാണ് കാണിച്ചത്. അതുകൊണ്ട് നമുക്ക് നെറ്റ് ഫിഗർ എത്ര വരും? പ്രോഫിറ്റ് കാണിക്കേണ്ടത് എത്ര വരും? 7,000 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് NCI 9,000. NCI നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, 9,000. പിന്നെ ട്രേഡ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് അതിൽ നെഗറ്റീവ് ഗുഡ് വിൽ ഉണ്ട്, മറക്കണ്ട, അത് കഴിഞ്ഞിട്ടാവാം. ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. ബാർഗെയിൻ പർച്ചേസ് അത് എത്രയായിരുന്നു? ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് 6,000 ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് നെഗറ്റീവ് ഗുഡ് വിൽ കഴിഞ്ഞു. ഇനി കറണ്ട് ലയബിലിറ്റീസ്, അതിൽ ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസ് ഉണ്ട്, അത് എത്രയാണ്? 16,000 പ്ലസ് 46,000 you will get 62,000. Let us add 1 minute. Let us add this. $2,34,000. 15, 16, 22, 24, 7 plus 6, 13, 2,34,000. അപ്പോൾ ടാലി ആയി. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. പോസ്റ്റ് അക്വിസിഷൻ ലോസിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. സോ ദിസ് ഈസ് ഹൗ ദിസ് പ്രോബ്ലം ഇസ് ടു ബി ഡൺ. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കുട്ടി കലാശായിരിക്കും. നമുക്ക് ഒരു പ്രോബ്ലം കൂടി പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ ഞാൻ ബ്രീഫ് ചെയ്യും. പോസ്റ്റ് അക്വിസിഷനും പ്രീ അക്വിസിഷനും കാൽക്കുലേഷനും ഒന്നും കൂടി റിവൈസ് ചെയ്യും. എന്നിട്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.